ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വാനില കസ്റ്റർഡ് പുഡിംഗ് ആണ്. നമ്മുടെ ജലറ്റിനോ ചൈന ഗ്രാസോ ഇല്ലാതെ എങ്ങനെ പുഡിംഗ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാൽ 1/2 ലിറ്റർ, ഷുഗർ 1/4 കപ്പ്, ഫ്രഷ് ക്രീം 1 കപ്പ്, കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ, കണ്ടൻസ്ഡ് മിൽക്ക് 1/2 കപ്പ്, എഗ് യോക്ക് 3 എണ്ണം, ഏതെങ്കിലും തരം ബട്ടർ കുക്കീസ് ആവശ്യത്തിന്, വാനില എസൻസ് 3 ഡ്രോപ്സ്. ഇനി നമുക്ക് ആദ്യമായി ചെയ്യേണ്ടത് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കൈകൊണ്ട് ചെറുതായി കഷ്ണങ്ങളാക്കിയ ബിസ്ക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി അടിച്ചെടുക്കാം. നമ്മുടെ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്ത ബിസ്ക്കറ്റ് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യുക. മിൽക്ക് മെയ്ഡും ബിസ്ക്കറ്റും കൂടി നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ട്രേയിലേക്ക് നമുക്ക് നിരത്തി കൊടുക്കാം. നന്നായി പ്രസ് ചെയ്യണം നിരത്തുമ്പോൾ. നമ്മുടെ ബിസ്ക്കറ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റി 10 മിനിറ്റ് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പുഡിങ്ങിന് വേണ്ടിയുള്ള കസ്റ്റർഡ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാൻ ഇവിടെ പാൽ ഒഴിക്കാൻ പോവുകയാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കാണ്. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായി തിളപ്പിച്ചെടുക്കണം. ഇനി ചെയ്യേണ്ടത് നമ്മുടെ 3 എഗ് യോക്കിലേക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യാം. ഞാനിവിടെ കോൺഫ്ലവർ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ആണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ എഗ്ഗും കോൺഫ്ലവറും മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ പാൽ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുക. അതിലേക്ക് നമ്മുടെ കോൺഫ്ലവറും എഗ് യോക്കും കൂടി മിക്സ് ചെയ്ത മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി കൈയെടുക്കാതെ എടുക്കി കൊടുക്കണം. നമ്മുടെ കസ്റ്റർഡ് ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ കസ്റ്റർഡിലേക്ക് എപ്പോഴും എഗ്ഗ് ചൂട് പാലിൽ ഒഴിക്കുന്ന സമയത്ത് പിരിയാൻ ചാൻസ് ഉണ്ട്. അഥവാ പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പേടിക്കാനൊന്നുമില്ല. ഒരു മിക്സി എടുത്തിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചിട്ട് ചൂടാറിയതിനു ശേഷം ഒഴിക്കാനേ പാടുള്ളൂ മിക്സിയിലേക്ക്. അതിനുശേഷം ഒന്ന് അടിച്ചെടുത്തിട്ട് കുറുക്കിയെടുത്താൽ മതി. ഇനി ഇത് ഈ പാൽ മിശ്രിതം നമുക്ക് ചൂടാറിയതിനു ശേഷം ഇതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. നമ്മുടെ കസ്റ്റർഡ് ഇപ്പോൾ ഏകദേശം ചൂടാറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 3 ഡ്രോപ്സ് വാനില എസൻസ്, പിന്നെ ആഡ് ചെയ്യേണ്ടത് ഫ്രഷ് ക്രീം. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഈ കസ്റ്റർഡ് നമ്മുടെ ബിസ്ക്കറ്റ് ലെയറിലോട്ടേക്ക് ആഡ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ വാനില കസ്റ്റർഡ് പുഡിംഗ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി വാനില കസ്റ്റർഡ് പുഡിംഗ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.